എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. മമ്മൂട്ടി മോഹൻലാലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സിനിമാ ജീവിതം ഇല്ലല്ലോ. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗം, ഞങ്ങളുടെ പോലുള്ള ഞങ്ങളുടെ തലമുറയുടെ ജീവിതത്തിന്റെ, സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിന്റെ ഭാഗമാണ് ഈ മമ്മൂട്ടി മോഹൻലാൽ. എപ്പോഴും വിളിക്കുന്ന ഒരാളായിരുന്നു ഇന്നസെന്റ്. ഇടയ്ക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഒരു തമാശ ആരോടെങ്കിലൊക്കെ പറഞ്ഞ്, ഇപ്പൊ ഇവരോടൊക്കെ പറഞ്ഞു തീർന്നുണ്ടോ? എന്നോട് പറയും ചെയ്യും. ഞാൻ സത്യനോട് പറഞ്ഞ്, സിദ്ദീഖിനോട് പറഞ്ഞ്, ഫാസിലിനെ വിളിച്ച് ഇവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആരും നിൽക്കും അപ്പൊ കമലിനെ നോക്കും. അപ്പൊ വിളിക്കുക പരദൂഷണം പറയാൻ പറഞ്ഞില്ലെങ്കിൽ ഇപ്പോഴാണ് 100 കോടി ക്ലബും 200 കോടി ക്ലബ്ബൊക്കെ പറഞ്ഞു. മുമ്പ് 100 ദിവസം ഓടാന്ന് പറയാം. ഈ പുതിയ തലമുറയുടെ സിനിമകളിൽ ഏറെ ആകർഷിച്ചതും ആശങ്കപ്പെടുത്തിയതുമായ കാര്യങ്ങളുണ്ട്. അല്ല, കുറേ സിനിമകൾ എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുള്ള നല്ല സിനിമകളുണ്ട്. ആശങ്കപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായ വയലൻസാണ്. ഒരു ഘട്ടത്തിൽ മലയാള സിനിമയിൽ ഒരുപാട് വയലൻസ് വന്നില്ല. വയലൻസ് ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അതിന് പർപ്പസ് വേണം. വെറുതെ വയലൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുക. ഒരു ഉദാഹരണത്തിന്, ഒരാളെ കൊല്ലുന്നത് പച്ചയായിട്ട് അങ്ങ് കാണിക്കാണ്ട് തന്നെ നമുക്കത് ധ്വനിപ്പിക്കാൻ കഴിയണമെങ്കിൽ അതല്ലേ കല. അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. ഇപ്പോൾ ഈ അറുത്ത് കഴുത്ത് മുറിച്ച് കഷ്ണമാക്കി വെട്ടി നുറുക്കിയിട്ട് കാണിക്കുന്നതിനേക്കാളും അത് ധ്വനിപ്പിക്കാൻ പറ്റിയാൽ അതല്ലേ കല എന്ന് പറയുന്നത്. തന്നെ ഒരു അല്ലല്ല, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ രക്തം ചീറ്റുന്നതൊക്കെ സിനിമയിൽ വിഷ്വലായിട്ട് കാണിക്കുമ്പോൾ കാണിക്കേണ്ടതുണ്ടോ? ഒരാളെ കൊല്ലണമെങ്കിൽ കൊല്ലണ്ടെന്ന് പറയാൻ പറ്റില്ല. ഒരു ശത്രുവിനെ കൊല്ലണം, ഒരു പ്രതികാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രതികാരം ചെയ്യണം, അതൊക്കെ സിനിമയിൽ വേണം. പക്ഷെ അത് അങ്ങനെ പച്ചയായിട്ട് മുഴുവൻ കാണിച്ചിട്ട് തന്നെ ചെയ്യണമെന്നില്ലല്ലോ. അത് ധ്വനിപ്പിക്കാൻ കഴിയുന്നിടത്താണ് കലാകാരൻ ഉണ്ടാവും. മറ്റത് കലാപ്രവർത്തനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു തരം കച്ചവടവൽക്കരിക്കുന്നത്. എങ്ങനെങ്കിലും ജനങ്ങളെ എന്താ പറയുക, അതിലേക്ക് അങ്ങോട്ട് ഇതാക്കിയിട്ട് കയ്യടി നേടുക, അല്ലെങ്കിൽ നായകനെ ഇതാക്കാൻ വേണ്ടിയിട്ട് അത് അടുത്ത കാലത്ത് കുറച്ചുകൂടി രൂക്ഷമായിട്ട് നമുക്ക് എല്ലാ ഭാഷയിലും കാണാൻ പറ്റും. അത് ഈ വിദേശ സിനിമകളുടെ ഒരു ഇൻഫ്ലുവൻസാണ്. പ്രത്യേകിച്ച് കൊറിയൻ സിനിമകളുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസിൽ നിന്ന് ഉണ്ടായി വന്നതാണ്. നമുക്കറിയാം, ഫിലിം ഫെസ്റ്റിവലിലൊക്കെ അങ്ങനത്തെ ചില സിനിമകൾ ഉണ്ടാവാറുണ്ട്. അത് എനിക്ക് അതിനോടും താല്പര്യമില്ലാത്ത ഒരാളാണ്. എന്നാൽ പോലും അത് ചിലപ്പോൾ ആ രാജ്യത്തെ അവിടുത്തെ ഒരു അന്തരീക്ഷത്തിലൊക്കെ ചിലപ്പോൾ അവരത് കാണിക്കുന്നതായിരിക്കാം. പക്ഷെ അത് അങ്ങനെ അനുകരിച്ച് മലയാള സിനിമയിൽ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. മലയാള സിനിമയ്ക്ക് അല്ലാണ്ടൊരു ഭാവുകത്വം ഉണ്ടല്ലോ. അതനുസരിച്ച് മനോഹരമായിട്ടുള്ള പ്രതികാര സിനിമകളൊക്കെ കൂടെ ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ മുമ്പൊക്കെ വന്നിട്ടുണ്ട്. എന്താ പറയുക, ഇതുപോലെ രക്തം ചിന്താണ്ട് തന്നെ പ്രതികാരം ചെയ്യുന്നതൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ളതല്ലേ. പണ്ട് എത്ര സിനിമകളിൽ കണ്ടിട്ടുള്ളത്. അതിനോട് മാത്രമാണ് ഈ യോജിപ്പ്. അത് അതർവൈസ് പുതിയ തലമുറ ചെയ്യുന്ന പടങ്ങളോടൊക്കെ യോജിപ്പുള്ള ഒരാളാണ്. കുറച്ചുകൂടി പൊളിറ്റിക്കലി അവെയറാണ് ഇപ്പോഴത്തെ തലമുറ സിനിമകൾ. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം, പിന്നെ അത് കളറായി, ഇങ്ങനെ ഡിജിറ്റൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പഴയ സിനിമയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ എടുക്കും. ഏതെങ്കിലും സിനിമ റീമേക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. കുറേ സിനിമകൾ തോന്നിയിട്ടുണ്ട്, പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ്. പലതിലും ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഓളം തീരവും അന്നൊക്കെ റീമേക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഓളം തീരവും വേറെ രീതിയിൽ റീമേക്ക് ചെയ്ത് വന്നല്ലോ. അങ്ങനെ പല സിനിമകളും എനിക്ക് കൗതുകം തോന്നിയിട്ടുള്ള സിനിമകളിൽ ഇഷ്ടം തോന്നിയിട്ടുള്ള മലയാള സിനിമകളും വിദേശ സിനിമകളൊക്കെ തന്നെ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷെ അത് പല കാരണങ്ങളെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നാവില്ല എന്ന് തോന്നുന്നുണ്ട്. സിനിമ നൽകിയ സന്തോഷവും സിനിമയ്ക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയ ജീവിതം അങ്ങനെ തോന്നുന്നു. സിനിമയ്ക്ക് വേണ്ടി ഞാൻ അങ്ങനെ ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു നഷ്ടങ്ങൾ സിനിമയ്ക്ക് വേണ്ടിയിട്ടുണ്ടായിട്ടില്ല. ചില സ്വകാര്യമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന്, എൻ്റെ 2 മക്കളെ പ്രസവിച്ചപ്പോഴും ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. അതൊരു സ്വകാര്യമായ നഷ്ടമാണ്. കാരണം ഞാൻ ഷൂട്ടിങ് ലൊക്കേഷനിലായിരുന്നു. അപ്പോൾ ഞാൻ എത്തിയപ്പോഴേക്കും ഭാര്യ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടീനെ അപ്പം കണ്ടിട്ടില്ല. അതൊക്കെ ഒരു സ്വകാര്യമായ നഷ്ടമാണ്. അതിനുവേണ്ടി ലീവ് എടുക്കാനായിട്ടോ അല്ലെങ്കിൽ എൻ്റെ വൈഫിൻ്റെ പ്രസവിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കുറേ ദിവസം ഞാൻ ഈ സിനിമ ചെയ്യണില്ല, ഇത് കഴിഞ്ഞിട്ട് ചെയ്യുമെന്നൊക്കെ തീരുമാനിക്കാനുള്ളൊരു അവസരം വന്നിട്ടുണ്ടായിരുന്നില്ല എനിക്ക്. കാരണം അന്നത്തെ സാഹചര്യം അതല്ലായിരുന്നു. അങ്ങനെയുള്ള ചില വ്യക്തിപരമായ നഷ്ടങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ എനിക്കൊരു നഷ്ടം ഉണ്ടാക്കിയിട്ടില്ല, നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ കമൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അതെനിക്ക് സിനിമ എന്നതാണ്. എൻ്റെ മറ്റ് സമ്പാദ്യങ്ങളെല്ലാം സിനിമ എന്നതാണ്. എനിക്ക് സിനിമയോട് ഞാൻ എത്രമാത്രം എന്താ പറയുക നീതി പുലർത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ സിനിമ എന്നോട് നീതി പുലർത്തി, അല്ലെങ്കിൽ എനിക്ക് തന്നിട്ടുള്ള അത്രയും ഞാൻ തിരിച്ച് സിനിമയോട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു സത്യം. ഈ മോണിറ്ററി ബെനിഫിറ്റ് മാത്രമല്ലല്ലോ നമ്മളൊരു സിനിമയിൽ നമ്മുടെ നേട്ടമായിട്ട് കണക്കാക്കുന്നത്. പലരും അങ്ങനെയാണ് ധരിച്ചത്. സിനിമയിൽ വന്നു, ഞാൻ വലിയ വീടുണ്ടാക്കി, കാറുണ്ടാക്കി, മറ്റേതുണ്ടാക്കി, ഇതുണ്ടാക്കി. അതൊക്കെ ഓഫ് കോഴ്സ് അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിനുപരിയായിട്ട് നമ്മൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു ചില ഏരിയകളുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ 40 വർഷം കഴിഞ്ഞിട്ടും നിങ്ങൾ എൻ്റെ സിനിമയെക്കുറിച്ച് സംസാരിക്കും, അതൊരു വലിയ കാര്യമല്ലേ. ഓരോ സിനിമയുടെ കാര്യങ്ങളെക്കുറിച്ചും പറയും. അപ്പോൾ അത് ഒരു പക്ഷേ അഞ്ജു ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവർ ആയതുകൊണ്ട് ചിലപ്പോൾ എന്നെ പറ്റി മനസ്സിലാക്കിയിട്ട് പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ അല്ലായിരിക്കാം.
പക്ഷെ സാധാരണക്കാരും പറയണ്ടല്ലോ പ്രേക്ഷകർ. ഇപ്പോൾ ഇപ്പോഴും ചില സിനിമകൾ കണ്ടിട്ട് ചില ആൾക്കാർ നേരത്തെ കാണാത്ത കുട്ടികളുണ്ടാവും, പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ ഉണ്ട്. അവർ മുൻപ് ആ സിനിമ കണ്ടിട്ടുണ്ടാവില്ല, കാരണം വെച്ചാൽ അവർ ജനിച്ചിട്ടുണ്ടാവില്ല. അവർ ചിലപ്പോൾ ഇപ്പോൾ യൂട്യൂബിൽ അതിൽ കണ്ടിട്ട് ഇപ്പോൾ ഇപ്പോഴും ചിലപ്പോൾ വിളിക്കും നമ്മളെ, ഇനി മെസ്സേജ് അയക്കും, ആ സിനിമ നല്ല സിനിമയായിരുന്നു, ആ സിനിമ എന്തുകൊണ്ട് ഞാൻ നേരത്തെ കാണാതെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ചിലർ ആ സിനിമയുടെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഇപ്പോൾ ആ സിനിമ റിലീസിൻ്റെ ഡേറ്റ് ഒക്കെ വെച്ചിട്ട് എനിക്ക് മെസ്സേജ് വരും, ഇത് ഇന്ന വർഷം ഞാൻ കണ്ടതാണ്, ഇപ്പോഴും എൻ്റെ മനസ്സിൽ അതുപോലെ ആ സിനിമയുണ്ട്, അതിൻ്റെ സിനിമയുടെ സീനുകൾ പാട്ടുകളെ കുറിച്ചൊക്കെ എഴുതിയിട്ട് നമുക്ക് മെസ്സേജ് വരും. അത് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു വലിയ സന്തോഷമുണ്ട്. കാരണം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അവർ ആ സിനിമകൾ ഓർത്തിരിക്കുന്നു. ഈവൻ റിലീസ് ദിവസങ്ങൾ പോലും അവർ ഓർത്തിരിക്കുന്നു. നമ്മളതിൻ്റെ ഒരു റിലീസൊക്കെ മറന്നു പോയിട്ടുണ്ടാവും, പക്ഷേ പ്രേക്ഷകർ ഓർത്തിരിക്കുന്നു എന്ന് പറയുന്നത് തരുന്നൊരു സന്തോഷമുണ്ട്. അതൊരു വലിയ സന്തോഷമാണ്. ഞാൻ നേരത്തെയൊക്കെ പണ്ട് തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴാണെങ്കിൽ 100 കോടി ക്ലബ്ബും 200 കോടി ക്ലബ്ബൊക്കെ പറഞ്ഞു. മുമ്പ് 100 ദിവസം ഓടാമെന്ന് പറയുന്നത്. 100 ദിവസം ഓടുന്ന ഒരു സിനിമ ഉണ്ടാക്കാൻ നമ്മളൊക്കെ അന്ന് ആഗ്രഹിച്ചു. കാരണം വീട്ടിൽ 100 ദിവസം ഓടുന്ന ഒരു ഷീൽഡ് ഉണ്ടാവുക എന്നുള്ളത് ഒരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷെ അപ്പോൾ ഒരു ഷീൽഡ് വാങ്ങിച്ചു വെച്ചിട്ട് ഞാൻ എനിക്ക് പ്രസംഗിച്ചാണ് അത് പിന്നീട് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞത്. 100 ദിവസം ഓടി ഒരു ഷീൽഡ് വാങ്ങിക്കുന്നതിനേക്കാളും എനിക്ക് സന്തോഷം 100 ദിവസം കഴിഞ്ഞിട്ടും ആ സിനിമ ഓർത്തിരിക്കുന്നതാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഷീൽഡ് വാങ്ങിച്ചാൽ നമ്മൾ വീട്ടിലിരിക്കുള്ളൂ, പിന്നെ ആരും ഓർക്കില്ല. പക്ഷെ കുറെ നാൾ കഴിഞ്ഞിട്ടും ആ സിനിമയെക്കുറിച്ച് ഓർക്കണ്ടെങ്കിൽ അത് ഏത് തരം സിനിമയായാലും അതാണ് ഒരു സംവിധായകനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഒരു സിനിമാ പ്രവർത്തകനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു നേട്ടം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് വെച്ചാൽ പടം ഓടേണ്ടതല്ല, ഓടണം, ഓടിയാലുള്ള 100 ദിവസം കഴിഞ്ഞാൽ ഓർത്തിരിക്കാം. അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു സവിശേഷത ഉണ്ടാവാം. അതല്ലെങ്കിൽ ചില സിനിമകൾ നമുക്കറിയാലോ, വളരെ തേർഡ് റേറ്റ് സിനിമകൾ ഇവിടെ 100 ദിവസം ഓടിയിട്ടുണ്ട്. അത് പിന്നീട് എൻ്റെ സിനിമയാണെന്ന് പറയാൻ തന്നെ ആൾക്കാർ മടിക്കുന്നുണ്ട്. അല്ല, അങ്ങനത്തെ പേര് മാറ്റിയിട്ടൊക്കെ ഇത് വരുന്നുണ്ട്. അപ്പം അതല്ലല്ലോ കാര്യം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതാണ്. അപ്പം ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട്. 40 വർഷം കഴിഞ്ഞിട്ടും കുറേ സിനിമകളെ കുറിച്ചെങ്കിലും ഇപ്പോഴും പല തലമുറയും സംസാരിക്കുന്നുണ്ട് എന്നുള്ളത്. പണ്ട് 100 ദിവസം ഓടുന്ന സിനിമ എടുക്കാനാണ് എല്ലാവരും ആഗ്രഹിച്ചത്. ഇന്ന് 3 ദിവസം കൊണ്ട് സിനിമയുടെ ഭാവി നിശ്ചയിക്കാൻ ഇത് ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇല്ല, അതുകൊണ്ട് കാര്യമില്ല. എന്തറിയാമോ, കാരണം മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ സ്റ്റേഷനിൽ മാത്രം റിലീസ്, നമുക്കറിയാലോ. ഇപ്പോൾ അന്ന് കൂടി വന്നു കഴിഞ്ഞാൽ 20-25 പ്രിൻ്റ് റിലീസ് ചെയ്യും, അവിടെ കുറേ ദിവസം ഓടും, അതിനുശേഷം ബി ക്ലാസ്സിന് ഓടും, പിന്നെ സി ക്ലാസ്സിന് ഓടും. അങ്ങനെ ഏകദേശം ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം എവിടെയെങ്കിലൊക്കെ കളിക്കുന്നുണ്ടാവും നമ്മളെ തിയേറ്ററിൽ. കേരളത്തിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലൊക്കെ കളിക്കുന്നുണ്ടാവും. അപ്പോൾ ആ തിയേറ്ററിൽ ഇങ്ങനെ കളിക്കുന്നതുകൊണ്ട് തന്നെ ആ സിനിമ ഇങ്ങനെ പല മനുഷ്യരുടെയും മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പോസ്റ്റേഴ്സ് പലയിടത്തുണ്ടാവും. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഒരുമിച്ച് റിലീസ് ചെയ്യല്ലേ. ആ റിലീസ് ചെയ്യുമ്പോൾ പ്രേക്ഷകർ സ്പ്ലിറ്റായി പോകുന്നുണ്ട്. അപ്പോൾ കാണുന്നവരൊക്കെ പെട്ടെന്ന് കണ്ടു തീർന്നുണ്ടാവും ലോകത്തെല്ലായിടത്തും. അത് കഴിഞ്ഞാൽ അവർ മറക്കും. വളരെ പ്രതീക്ഷയോടെ ചെയ്തിട്ട് പ്രേക്ഷകർ സ്വീകരിക്കാതെ പോയ, വ്യക്തിപരമായി ദുഃഖം തോന്നിയ സിനിമ? സ്വീകരിക്കാതെ പോയാലും ദുഃഖം തോന്നിയിട്ടുണ്ട്. അങ്ങനെ ചില സിനിമകളുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു സിനിമ മഞ്ഞുമൽ രോമിട്ടിയാണ്. അതെനിക്ക് അന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വിഷയം, അങ്ങനെ ചെയ്തു, അത് ഓടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആദ്യത്തെ 1-2 ദിവസം നല്ല കളക്ഷനായിരുന്നു, കാരണം യൂത്തിൻ്റെ പടം എന്നുള്ള രീതിയിൽ തിരിച്ചു കയറി ഹൗസ്ഫുള്ളായി. പിന്നെ പെട്ടെന്ന് കളക്ഷൻ ഡ്രോപ്പായി. ഒരു കാരണം സീരിയസ് ആയിട്ടുള്ള വിഷയം, ആൾക്കാർ കാണാൻ ആഗ്രഹിക്കാത്ത, സ്ക്രീനിൽ കാണാൻ ഒരു മടി, ഇന്ന് ചിലപ്പോൾ അത്ര ഉണ്ടാവില്ല, അന്ന് ഒരു മടിയുള്ളൊരു വിഷയമാണല്ലോ അതിൻ്റെ അകത്ത്. ഈ കുട്ടികളെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നൊരു സിനിമ എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഒരു വിഷമം ഉണ്ടാക്കിയതിലൂടെ. പിന്നെ ഒന്ന് നടനാണ്. നടൻ എനിക്ക് ഇഷ്ടപ്പെട്ട് ഭയങ്കര എൻജോയ് ചെയ്തൊരു പടമാണ്. സെല്ലോട് കഴിഞ്ഞിട്ട് ചെയ്തൊരു സിനിമയാണ്. നല്ല പാട്ടും നാടകക്കാരുടെ ജീവിതവും. നാടകക്കാർ, ഈ പ്രൊഫഷണൽ നാടകരംഗം വല്ലാതെ ഒരു ജീർണതയിലെത്തിയ സമയത്ത് ആ മനുഷ്യർ അനുഭവിക്കുന്ന ഒരു അവസ്ഥയില്ല. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരെ നേരിട്ട് കണ്ട് അവരെയൊക്കെ കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് നമ്മൾ ചെയ്തൊരു പടമാണ്. എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, കാരണം അത് ശ്രദ്ധിക്കപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അത്ര ഒന്നും ശ്രദ്ധിക്കപ്പെടാതെ ആ സിനിമ പോയി. പിന്നെ ജയറാം മനോഹരമായിട്ട് അഭിനയിച്ചൊരു സിനിമയാണ്. ജയറാമിനെ സംബന്ധിച്ചോളം അയാളുടെ കരിയറിൽ തന്നെ ഏറ്റവും നന്നായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തൊരു സിനിമ, അത് ഞാൻ വിചാരിക്കുന്ന ഒരു സിനിമയാണ്. പക്ഷെ അതും ജയറാമിനെ സംബന്ധിച്ചോളം ഒരു ഗുണമില്ലാണ്ട് അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഒരു വിഷമം തോന്നിയത്. കാരണം ഇങ്ങനെ ഒരു സിനിമ പെട്ടെന്ന് വല്ലാത്തൊരു ഇതിലേക്ക് പോയല്ലോ. അങ്ങനെ ചില സിനിമകളുണ്ട്. സോ ഓഫ് കോഴ്സ് നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് എപ്പോഴെങ്കിലും ഒരു കാലത്ത് ആരെങ്കിലുമൊക്കെ ആ സിനിമയെക്കുറിച്ച് പറയും എന്നുള്ള നമ്മുടെ പ്രതീക്ഷ. ഈ സ്വന്തം സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആത്മവിമർശനം നടത്തിയിട്ടുള്ള ദിവസമാണ്. അത് ഞാനൊരു സിനിമയെക്കുറിച്ച് പറയുന്നത് ശരിയല്ല. 3-4 സിനിമകളുണ്ട്, അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ സിനിമ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ നേരത്തെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് എനിക്ക് തോന്നിയത് പറയാൻ പാടില്ല, കാരണം അതിനൊരു നിർമ്മാതാവുണ്ടല്ലോ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആൾക്കാരില്ലേ, അവർക്കത് ഞാൻ ആത്മവിമർശനം നടത്തിയെന്ന് എനിക്കങ്ങ് പറഞ്ഞ് ഒഴിഞ്ഞു മാറാം.
പക്ഷെ അത് ചിലരെങ്കിലും അത് മുറിപ്പെടുത്തും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അങ്ങനത്തെ സിനിമകൾ ഉണ്ടായിട്ടില്ല. OTT പ്ലാറ്റ്ഫോമുകളിൽ വരുമ്പോൾ കുറേ അധികം പ്രേക്ഷകർ സിനിമാ തിയേറ്ററിൽ നിന്ന് പോയതായി. അല്ല, അത് സ്വാഭാവികമായൊരു മാറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിലും OTT ഇല്ലെങ്കിലും എല്ലാ സിനിമകളൊന്നും പ്രേക്ഷകർ പോയി കാണില്ലായിരുന്നു മുൻപ്, അങ്ങനെ പോയി കാണുന്ന മാതിരി. കാരണം ഇന്നിപ്പോൾ ഒരുപാട് എൻ്റർടൈൻമെൻറ്റിനുള്ള സാധ്യതകളുണ്ട്. മുമ്പ് ഒരു ഫാമിലിക്ക് എൻ്റർടൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിനിമ കാണാൻ പോവാം എന്നുള്ളതല്ലേ. ഇന്ന് സിനിമ കാണാൻ പോകുന്നതിനേക്കാളും ഇഷ്ടം, ഇപ്പോൾ ലുലുവിൽ പോയാലും സിനിമ കാണുന്നതിനേക്കാളും ഇഷ്ടം എന്താണ്, അവിടെ ഒരു ഫണ്ടുണ്ടല്ലോ, ഫണ്ട് ഏരിയകളുണ്ട്. അപ്പോൾ അതാണ് ഫാമിലിക്ക് ഇഷ്ടം, ഔട്ടിങ്ങിന് പോവാം. ഇപ്പോൾ എന്ന് വെച്ചാൽ മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി ഒരു വീക്കെൻഡിൽ എന്താ ചെയ്യുക, സിനിമ കാണാൻ പോക്കാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ ടൂർ പോകലാണ്. അപ്പോൾ അവർ പുതിയ പുതിയ അവർക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന മേഖലയാണ്. പിന്നെ ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമും മറ്റേ ഫേസ്ബുക്കൊക്കെ വന്നതിന് ശേഷം അതിൽ തന്നെ എൻ്റർടൈൻമെൻറ്റ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അതിനെ കുറച്ചും കൂടി ഫാസ്റ്റാക്കി OTT എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് കുറേ പേര് സിനിമ കാണുന്നുണ്ട്. ഇപ്പോൾ തിയേറ്ററിൽ പോയില്ലെങ്കിൽ OTTയിൽ സിനിമകൾ കാണുന്നുണ്ടെന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ തന്നെ പല പടങ്ങളും OTTയിലേക്ക് വീണ്ടും വന്നിട്ട് ആൾക്കാർ കാണുന്നു. യൂട്യൂബിൽ വന്നുകൊണ്ട്, യൂട്യൂബിലുണ്ടായിരുന്നുകൊണ്ടാണ് നമ്മുടെയൊക്കെ പഴയ പടങ്ങൾ ഇപ്പോഴും ആൾക്കാർ കാണുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗുണം. സിനിമയാണോ ജീവിതത്തെ പഠിപ്പിച്ചത്, അതോ ജീവിത അനുഭവങ്ങളാണോ സിനിമയ്ക്ക് കാരണം? രണ്ടും ഉണ്ടല്ലോ. കാരണം വെച്ചാൽ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് നമുക്ക് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ കിട്ടുന്നത്. പല രീതിയിലുള്ള മെറ്റീരിയൽ കിട്ടുന്നു. പല ജീവിതാനുഭവങ്ങളും വായിച്ചിട്ടും പരിചയപ്പെട്ട മനുഷ്യരിലൂടെ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളിൽ കൂടിയൊക്കെയാണ് നമുക്ക് സിനിമയ്ക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ കിട്ടുന്നത്. ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും നമ്മൾ പരുവപ്പെടുന്നുണ്ട്. സിനിമ എന്ന് പറയുന്നത് നമ്മുടെ തൊഴിലും കൂടിയാണല്ലോ. അപ്പോൾ ഒരു തൊഴിലിടത്തിൽ നിന്ന് കിട്ടുന്ന പല രീതിയിലുള്ള ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലൊരു പരുവപ്പെടലുണ്ട്. അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും, സ്വഭാവത്തെ തന്നെ സ്വാധീനിക്കില്ല. ഇപ്പം ഞാൻ തന്നെ ഈ ടെൻഷൻ്റെ കാര്യം പറഞ്ഞു, അത് സിനിമയിൽ നിന്നുണ്ടായ ഒരു ടെൻഷൻ ചിലപ്പോൾ വീട്ടിൽ വരുമ്പോഴുണ്ടാവും. അങ്ങനെയുള്ള ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ പല രീതിയിലും ബാധിക്കും. അല്ലാത്ത സമയത്ത് വളരെ റിലാക്സ്ഡ് ആവാനായിട്ടും നമ്മൾ സിനിമ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഷൂട്ടിംഗ് സെറ്റ് ചെയ്യുമ്പോഴേ വല്ലാതെ ഇറിറ്റേഷൻ തോന്നിയ സന്ദർഭങ്ങളുണ്ടായിരുന്നു. അത് പല കാരണങ്ങളാൽ പല സമയത്തുണ്ടായിരുന്നു. ചിലർ ദേഷ്യം കൊണ്ട് ചീത്ത വിളിച്ചു. അല്ല, അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടേതല്ലാത്ത കുഴപ്പം കൊണ്ടും ഉണ്ടാകാൻ പാടില്ലാത്ത ചില ഡിലേകൾ വരും. ഒഴിവാക്കാമായിരുന്ന ഡിലേകൾ, കാരണം ഒരാളുടെ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന ഡിലേ ആയിരിക്കും. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു പ്രോപ്പർട്ടി അത് സൂക്ഷിക്കേണ്ട ആൾ ചിലപ്പോൾ അത് സൂക്ഷിച്ചിട്ടുണ്ടാവില്ല, അത് മറന്നു പോയിട്ടുണ്ടാവില്ല ഒക്കെ കൂട്ടുകാർ. അങ്ങനെ ചില സന്ദർഭങ്ങളുണ്ടായിരുന്നു. അത് അവരുടെ അശ്രദ്ധ കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. ബാക്കി എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഒരു പടത്തിന് ഒരു ചെറിയ പ്രോപ്പർട്ടി വരാണ്ട് ഞങ്ങളൊരു 6 മണിക്കൂർ വെയിറ്റ് ചെയ്തൊരു കഥ പറഞ്ഞാൽ വിശ്വസിക്കും. അത് ഊട്ടിയിൽ വെച്ചിട്ടാണ്, ഒരു മലയുടെ ഒരു കുന്നിൻ്റെ മുകളിൽ ഷൂട്ട് ചെയ്യുക. ഒരു സാധനം മറന്നുപോയി, ഒരു പ്രോപ്പർട്ടി മറന്നുപോയി. ആർട്ടിലെ പിള്ളേർ മറന്നുപോയതാണ്. അവർ പിന്നെ തിരിച്ച് 10-30 കിലോമീറ്റർ ദൂരെ ഇരുന്ന് താമസിക്കുന്ന സ്ഥലത്ത് ലൊക്കേഷൻ അവർ പോയി എടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ. 4-5 മണിക്കൂർ പോയി. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ മഴ വന്നു, പിന്നെയും കാത്തിരിക്കേണ്ടി വന്നു. അന്ന് തീർന്നില്ല സീൻ. അല്ലായിരുന്നു ഈ സുഖമായിട്ട് തീർന്ന് വേറെ സീനിലേക്ക് പോകേണ്ടതില്ല. അപ്പോൾ ഒരു പ്രോപ്പർട്ടിയാണ്, ചെറിയൊരു പ്രോപ്പർട്ടി മറന്നുപോയതിൻ്റെ ഒരു കുഴപ്പം കൊണ്ടാണ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഗതികേടാണ്, പറ്റിപ്പോയി. അയാളുടെ കുറ്റമല്ല, പക്ഷെ നമ്മൾ ഇറിറ്റേറ്റഡ് ആവും. കമൽസാറിന്റെ അവസ്ഥ ആലോചിക്കണം. അല്ല, അത് എൻ്റെ മാത്രമല്ല, പല സംവിധായകർക്കും ഇത്തരം സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത് ടെൻഷൻ, അതിലൂടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോഴും സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ദേഷ്യം ഉണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ വരുന്നത്. പിന്നെ ആർട്ടിസ്റ്റുകൾ മനഃപൂർവ്വം വരാൻ ലേറ്റ് ആവുക. അത് പക്ഷെ ഞാൻ ഇങ്ങനെയല്ല റിയാക്ട് ചെയ്യുക. അത് ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെടാറുണ്ട്. കാരണം നമ്മൾ എത്തിയാലും കുഴപ്പമില്ല, യൂണിറ്റ് അസംബിൾ ആയിട്ട് നിൽക്കുമ്പോൾ ആർട്ടിസ്റ്റുകൾ വരാൻ ലേറ്റ് ആവും. അത് മനഃപൂർവ്വം വരാൻ ലേറ്റ് ആകുമ്പോഴും പല കാരണങ്ങളാൽ വരാം. അതിന് നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല. അസുഖമായിട്ട് വരാതിരിക്കാം, ലേറ്റ് ആവാം, അല്ലെങ്കിൽ വണ്ടി കിട്ടാൻ ലേറ്റ് ആവാം, അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്ത് തീർന്നിട്ടില്ല. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഇതൊന്നും ഇല്ലാണ്ട് ഡിലേ ആവും. അങ്ങനെ ഡിലേ ആയിട്ട് ഞാൻ ആർട്ടിസ്റ്റിനെ വഴക്ക് പറഞ്ഞ സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. വളരെ ശക്തമായി വഴക്ക് പറഞ്ഞ സന്ദർഭം ഉണ്ടായിട്ടില്ല. ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില സിറ്റുവേഷൻസ് സിനിമയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോഴൊക്കെയാണ് നമുക്ക് ഈ ഇറിറ്റേഷൻ വരാന്ന് പറഞ്ഞത്. അത് എൻ്റെ മാത്രം പ്രശ്നമില്ല കേട്ടോ, എല്ലാ സംവിധായകരുടെ അനുഭവം നോക്കിയാൽ അവർ പറയുന്നു. ചിലർ ഇതിനൊക്കെ വളരെ ലാഘവത്തോടുകൂടി കാണുകയും ചെയ്യും. എന്നെ സംബന്ധിച്ചോളം ലാഘവത്തോടുകൂടി കാണാൻ പറ്റില്ല. അത്ര വ്യത്യാസമുണ്ട്. കാരണം വെച്ചാൽ പ്രൊഡ്യൂസറുടെ പൈസയാണ് പോകുന്നത്, നമ്മളതിന് ഉത്തരവാദിത്വം. സ്വന്തമായി തിരക്കഥ എഴുതി, അത് കൂടാണ്ട് ഇപ്പോൾ രഞ്ജിത്ത് ഏട്ടൻ, ടി റസാക്ക്, ശ്രീനിയേട്ടൻ, ജോണങ്കിള്, അങ്ങനെ പലരും കമൽക്കാർക്ക് വേണ്ടി തിരക്കഥ എഴുതുന്നു. ഇനി കൂടുതൽ സൗഹൃദപരമായിട്ടൊരു മൂവ്മെന്റ് ഉണ്ടായിട്ടുള്ളത് ആരോടെ? എല്ലാവരുമായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് അങ്ങനെ വിരോധമായിട്ടൊന്നും ആരോടും ഇല്ല. റസാക്കിനായിട്ട് എനിക്ക് ഉണ്ടായിരുന്നത് വെച്ചാൽ ഒരു പ്രത്യേക സൗഹൃദമായിരുന്നു. എനിക്ക് ഏറ്റവും നഷ്ടം റസാക്കിൻ്റെ മരണവും അദ്ദേഹത്തിൻ്റെ വേർപാടുമാണ് എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്കൊരു വലിയ നഷ്ടമായിട്ട് തോന്നുന്നു. കാരണം
റസാഖിന് സിനിമ ചെയ്യുമ്പോൾ മാത്രം ഉണ്ടായിരുന്ന ഒരു സൗഹൃദമായിരുന്നില്ല ഞാൻ റസാഖ്. ഞാനും റസാഖ് കൂടി സിനിമ ചെയ്യാത്ത കാലത്തും ആ സൗഹൃദം മിക്കവാറും എല്ലാ ദിവസങ്ങളും എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ ഫോണിൽ വിളിക്കുന്ന ഒരു വ്യക്തി റസാഖായിരുന്നു. മിക്കവാറും ദിവസം എന്നെയായിട്ട് സംസാരിക്കാതെ അദ്ദേഹം ഉണരാറില്ല. ചിലപ്പോൾ ഉണർന്നാൽ ആദ്യം തന്നെ വിളിക്കും, അല്ലെങ്കിൽ ഉറങ്ങാറില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. എപ്പോഴെങ്കിലൊക്കെ വിളിക്കും. അപ്പോൾ ചിലപ്പോൾ രാത്രി 11 ആയിരിക്കും. കുഞ്ഞാക്കാന്ന് തന്നെ വിളിക്കും. കുഞ്ഞാക്കായിട്ട് എനിക്ക് സംസാരിക്കണം. ചില ദിവസം രാവിലെ തന്നെ വിളിച്ചുണർത്തു തന്നെ. എനിക്ക് പറയും ഇന്നലെ രാത്രി ഞാൻ കുഞ്ഞാക്കാനെ സ്വപ്നം കണ്ടു, നമ്മൾ ഇവർ അവിടെ ഇരിക്കുന്നു സംസാരിക്കുന്നതൊക്കെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കും. അല്ലെങ്കിലും വെറുതെ വിശേഷങ്ങൾ പറയാൻ, രാഷ്ട്രീയം പറയാനൊക്കെ വിളിക്കും. ആ വിളിയിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ ഒരു പ്രത്യേകത. അതിൻ്റെ അകത്ത് സിനിമ ചെയ്യാത്തതിൻ്റെ പേരിൽ ഒരു പരിഭവം ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നെ എന്തുകൊണ്ട് തിരക്കഥ എഴുതാൻ വിളിക്കണില്ല എന്ന് അദ്ദേഹം ചെയ്യണ സമയത്തോ ചെയ്യാത്ത സമയത്തോ ഒന്നും പറഞ്ഞിട്ടില്ല. വിളിച്ചാൽ വിളിച്ചു, അല്ലെങ്കിൽ വേണ്ട. വേറൊരാളെ തിരക്കഥകർത്ത് എൻ്റെ കൂടെ പടം ചെയ്യുമ്പോഴും ഇടയ്ക്ക് എൻ്റെ അടുത്ത് വരും. അവരുടെ കഥ ഞാൻ ഒരു റസാഖിനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റസാഖ് അത് കൗതുകപൂർവ്വം കേൾക്കും. എന്തെങ്കിലുമൊക്കെ സജഷൻസ് റസാഖിൻ്റെ ഭാഗത്ത് പറയും. എന്നും എൻ്റെ നന്മ മാത്രം ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് റസാഖിനെ. സിനിമാക്കാരല്ലാത്ത ഒരു സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്, അത് വേറെ, അത് അപ്പുറത്താണ്. പക്ഷെ സിനിമയിലുള്ളതിൽ എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കും എന്ന് തോന്നുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അതിൽപ്പെട്ട ഒരാളായിരുന്നു. തിരിച്ചും റസാഖിനും ആ വിശ്വാസം ഉണ്ടായിരുന്നു. റസാഖിന് എന്ത് പ്രശ്നം വന്നാലും ഒരു വിളിപ്പുറത്ത് ഞാനുണ്ടാവും എന്നുള്ളൊരു വിശ്വാസം റസാഖ് എന്നോട് എപ്പോഴും പറയായിരുന്നു. ഞാക്ക് ഉണ്ടാവും അപ്പുറത്ത് എന്നുള്ളൊരു വിശ്വാസം. അത് അസുഖമായിട്ട് കിടക്കുമ്പോഴൊക്കെ തന്നെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ റസാഖിൻ്റെ മരണം എനിക്ക് വലിയൊരു നഷ്ടമാണ്. അങ്ങനെ കുറേ മരണങ്ങൾ നമുക്ക് വലിയ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരി അതുപോലെ തന്നെ ഇതേപോലെ ഇടയ്ക്ക് എപ്പോഴും വിളിക്കുന്ന ഒരാളാണ് രവീന്ദ്രൻ മാഷ്. അങ്ങനെ കുറേ പേര് നമ്മൾ, പിന്നെ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേര്. എന്നെ എപ്പോഴും വിളിക്കുന്ന ഒരാളായിരുന്നു ഇന്നസെന്റ്. ഇടയ്ക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഒരു തമാശ ആരോടെങ്കിലൊക്കെ പറഞ്ഞ് ഇപ്പം ഇവരോടൊക്കെ പറഞ്ഞു തീർന്നുണ്ടോ, അവരോട് പറയും ചെയ്യും. ഞാൻ സത്യനോട് പറഞ്ഞ്, സിദ്ദീഖിനോട് പറഞ്ഞ്, ഫാസിലിനെ വിളിച്ച് ഇവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആരും നിൽക്കും അപ്പം കമലിനെ വിളിക്കും. അപ്പം വിളിക്കാൻ പരദൂഷണം പറയാൻ അതെ, അതിനുവേണ്ടി പരദൂഷണം പറയാനൊക്കെ വിളിക്കും ഇടയ്ക്ക്. അപ്പം അതൊരു സൗഹൃദമായിരുന്നു. നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ എപ്പോഴും കാണുകയും കാര്യങ്ങളും. പിന്നെ പുള്ളി ഇലക്ഷനൊക്കെ മത്സരിക്കുമ്പോൾ പുള്ളിയുടെ കൂടെ അതിനുവേണ്ടി നിൽക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ അസുഖമായിട്ട് കിടക്കുമ്പോൾ എപ്പോഴും ആ വിളിയുണ്ടായിരുന്നു. ഇപ്പൊ ക്യാൻസർ കിടക്കുമ്പോഴും തമാശ പറയാനൊക്കെ വിളിക്കുമായിരുന്നു. അങ്ങനെ സത്യേട്ടൻ പറഞ്ഞ പോലെ ഒരു കാര്യം എന്ന് വെച്ചാല് സത്യേട്ടന് ഇപ്പൊ ഒരു കഥാപാത്രത്തെ കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല. കാരണം അതിന് പറ്റിയ ആർട്ടിസ്റ്റുകളില്ല, മരിച്ചുപോയി കുറെ പേര്. സ്ഥിരമായിട്ടുണ്ടായിരുന്ന അഭിനേതാക്കൾ എല്ലാവരും പോയി എന്നുള്ള ആ ഒരു ഫീൽ ഇപ്പോഴും സത്യേട്ടൻ പറയുന്ന ഒരു കാര്യമാണ്. അതെനിക്കൊക്കെ ഉണ്ട്. നമ്മളെയൊക്കെ ബാധിക്കുന്നത് അത് നമ്മുടെ തലമുറയുടെ ഒരു പ്രശ്നം കൂടിയാണല്ലോ. അത് നമ്മൾ ഓവർകം ചെയ്തല്ലേ പറ്റൂ. കാരണം എല്ലാ കാലത്തും ഇപ്പൊ നമ്മളില്ലാത്തൊരു കാലത്തും സിനിമ ഉണ്ടാവുമല്ലോ. സിനിമ തുടർന്നുകൊണ്ടേയിരിക്കും. ആദ്യമായി സിനിമ സംവിധാനം ചെയ്തപ്പോൾ കിട്ടിയ പ്രതിഫലം എത്രയായിരുന്നു? അത് എന്ത് ചെയ്തു? ആദ്യം സംവിധാനം ചെയ്തപ്പോൾ കിട്ടിയത് 25,000 റുപ്യാണ്. 4-5 പ്രാവശ്യമായിട്ടാണ് കിട്ടിയതെന്ന് മാത്രമേ ഉള്ളൂ. ഒറ്റയടിക്ക് കിട്ടൂല്ലോ, സ്വാഭാവികം. നമുക്ക് ആദ്യം അഡ്വാൻസ് എനിക്ക് ഓർമ്മയുണ്ട് 1000 രൂപ അഡ്വാൻസ്. 1000 രൂപ അഡ്വാൻസ് തന്നു. പിന്നീട് അങ്ങനെ പലപ്പോഴായിട്ട് തന്നു. മിക്കവാറും സിനിമകളിൽ വില്ലൻ കഥാപാത്രങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? ഹീറോ ഉള്ളതിനൊപ്പം തന്നെ ഒരു വില്ലനും ചിലപ്പോൾ ഉണ്ടാകും. ഏറ്റവും കൂടുതൽ എപ്പോഴും പറയാൻ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ വില്ലന്മാരിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരു വില്ലൻ വേഷം? ഒന്നാമത് എൻ്റെ സിനിമയിൽ അധികം വില്ലന്മാരുണ്ടായിട്ടില്ല എന്നുള്ളതാണ് വേറൊരു തമാശ. ഒരു ത്രൂ ഔട്ട് ഹീറോൻ്റെ ഒപ്പം നിൽക്കുന്നൊരു വില്ലൻ എൻ്റെ സിനിമയിൽ ഉണ്ടായിട്ടില്ല, കുറവാണ്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ടിപ്പിക്കൽ ഹീറോ വില്ലൻ അങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റ് സിനിമകൾ അധികം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ കാര്യം. വളരെ അപൂർവ സിനിമകളിലെ വില്ലന്മാരായിട്ടുള്ളൂ. ഒന്ന് കാക്കോത്തിക്കാവിലെ ശ്രീരാമൻ ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ്. അത് വില്ലൻ എന്നല്ലല്ലോ, അതാണ് അതിൻ്റെ ഒരു സെൻട്രൽ ക്യാരക്ടർ. അതൊരു ഹീറോയിനോട് അയാൾ ഏറ്റുമുട്ടണില്ല, പക്ഷെ അയാൾ ഇങ്ങനെ ഒരു ഭീതിയായിട്ട് നിൽക്കുന്നുണ്ട്. അത് ഓഫ്കോഴ്സ് ശ്രീരാമൻ്റെ ഒരു ക്യാരക്ടർ. അതുപോലെ ഒരു ഭീതിയുള്ളൊരു ക്യാരക്ടർ പിന്നെ ചെയ്തത് എൻ്റെ സിനിമയിൽ വന്നിട്ടുള്ള കാട്ടുമാക്കാൻ എന്ന് പറഞ്ഞിട്ട് മധുരോമ്പരൊക്കെ ആയിട്ടുള്ളൊരു വില്ലനുണ്ട്. അയാൾ നായകനായിട്ട് ഫൈറ്റൊന്നും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, വില്ലൻ നായകൻ തമ്മിൽ അടി വേണം എന്നുള്ളത്. ഒറ്റ ഫൈറ്റില്ല, അവർ തമ്മിൽ അടിക്കണില്ല. പക്ഷെ ആ കാട്ടുമാക്കാൻ ഭയങ്കര ഭീതി ഉണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും നായകനെ ഭീതിയുടെ മുനയിൽ നിർത്തുന്നുണ്ട്. അയാളുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലായി പോകുന്ന ഘട്ടത്തിലൊക്കെ ആ നാടിനും ആ ഗ്രാമത്തിനും അതിൽ ഒടുവിൽ നിരീക്ഷണം ചെയ്ത ക്യാരക്ടർ ഉണ്ടല്ലോ, ഹെഡ് മാസ്റ്റർ, എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. കാട്ടുമാക്കാൻ വന്ന് കാറ്റടിക്കുന്നതിനെ കുറിച്ച് ഭീതിയോടുകൂടി പറയുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ കാട്ടുമാക്കാൻ എന്നുള്ള പേര് പോലും അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അത് എത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യം ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം ഇതാണ്, നായകനായിട്ട് ഫൈറ്റ് ചെയ്യണില്ല. നായകനായിട്ട് ഫൈറ്റ് ചെയ്താലുള്ള കൂടുതൽ ആശയപരമായ സിനിമ വളരെ സമ്പന്നമാണ്. അപ്പോൾ അത് ആ ക്യാരക്ടർ. അപ്പോൾ അങ്ങനത്തെ ചില വില്ലന്മാരെ എൻ്റെ സിനിമയിൽ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ചില സിനിമയിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ വിഷ്ണുലോകത്തിൽ
ഒരു വില്ലനുണ്ട്, മുരളിയാണ് വില്ലനായിട്ട് അഭിനയിച്ചത്. അങ്ങനെ എല്ലാ സിനിമകളിൽ ഒരു പിന്നെ ഓർക്കാപ്പുറത്തിൽ വില്ലന്മാരുണ്ടെങ്കിൽ അവർ ഫൺ വില്ലന്മാരാണ്. ചാച്ചേ ജയ ജയ എന്ന് പറഞ്ഞിട്ട് കെ പി ഉമ്മറും തിലകൻ ചേട്ടനും അഭിനയിച്ച കഥാപാത്രങ്ങളുണ്ട്. അവരൊന്നും അങ്ങനെ സീരിയസ് വില്ലന്മാരല്ല. അല്ലാണ്ട് ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് എനിക്ക് അങ്ങനെ വില്ലന്മാരുള്ള പടങ്ങൾ വളരെ അപൂർവമാണ്, കുറവാണ്. അത്രയൊക്കെ ഉള്ളൂ വില്ലനായിട്ട്. അങ്ങനെ അധികം സിനിമകളിൽ വില്ലൻ ഉണ്ടായിട്ടില്ല. അത് ഞാനിപ്പോൾ ആണ് ആലോചിച്ചത്. ഇങ്ങനെ മിക്കവാറും എല്ലാവരുടെയും പടത്തിൽ ഒരുപാട് വില്ലന്മാരുണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് ആക്ഷൻ പടങ്ങൾ ചെയ്യുന്ന സംവിധായകരുടെ പടത്തിലൊക്കെ വില്ലന്മാർ ഇങ്ങനെ നിറഞ്ഞൊക്കെ ഉണ്ടാവില്ല. എൻ്റെ സിനിമയിൽ അങ്ങനെ ഇല്ല എന്നുള്ളത് സത്യം. അല്പം ഏജ്ഡായ ആർട്ടിസ്റ്റുകൾ പലരും പറഞ്ഞ് കേട്ടതാണ്, ഞങ്ങളിന്ന് ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ട, അച്ഛനും അമ്മയൊന്നും ഇപ്പോഴത്തെ സിനിമയിൽ ഇല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളെ ആർക്കും വേണ്ട, ഞങ്ങൾക്ക് പണിയില്ല എന്നൊക്കെ ഇങ്ങനെ പലരും പല ആർട്ടിസ്റ്റുകളും. അതൊരു സമയത്തുണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ അന്ന് പൊന്നമ്മ ചേച്ചിയും ലളിത ചേച്ചിയൊക്കെ ഉള്ള സമയത്ത് അമ്മമാരില്ല എന്നൊക്കെ ഉള്ളൊരു പരാതി ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ ഒരു സമയത്ത് ശരിയായിരുന്നിരിക്കും. പക്ഷെ അതിനുശേഷം ഒരുപാട് സ്ത്രീകളും മറ്റേ അമ്മമാരൊക്കെ ഇപ്പോൾ സിനിമകളിലുണ്ടല്ലോ. പല ഒരുപാട് പുതിയ അമ്മമാരെ നമ്മൾ ചെറുപ്പക്കാരാകുമ്പോൾ അച്ഛനും ചെറുപ്പക്കാരായി. അതെ, പിന്നെ അതുണ്ടല്ലോ, തലമുറ മാറുമ്പോൾ ഇപ്പോൾ 50 വയസ്സായ ഒരാളെപ്പോലും ചെറുപ്പക്കാരനായിട്ടാണ് സ്ക്രീനിൽ കാണുന്നത്. ജീവിതത്തിലും അങ്ങനെയല്ലേ നമ്മൾ പഴയ അമ്മ എന്നുള്ള സങ്കല്പമൊക്കെ മാറിയല്ലോ. ഇപ്പോൾ അതുപോലെ മോഡൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടില്ല അമ്മമാരും. വാഴ എന്ന സിനിമയിൽ ബിജുക്കുട്ടൻ അച്ഛനാണ് തന്നെ. അപ്പോൾ അതാണ് പറഞ്ഞത്, ഒരു ആ പ്രായത്തിലുള്ള ആളുടെ അച്ഛനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റാണ്, നാച്ചുറലാണ്. അപ്പോൾ ആ രീതിയിലാണ് വരുന്നത്. അല്ലാണ്ട് ഈ അച്ഛനും അമ്മയും ഇല്ലാണ്ട് വരുന്നില്ല കേട്ടോ. മുമ്പുണ്ടായിരുന്ന കൺവെൻഷനിൽ അച്ഛനും അമ്മയും ഇല്ലാന്ന് മാത്രം. മദ്രാസ് ജീവിതം നൽകിയ അനുഭവങ്ങൾ എന്തെങ്കിലും? ഒരുപാട് അനുഭവം ഉണ്ടായിരുന്നു. എനിക്ക് മദ്രാസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മദ്രാസ് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. കാരണം ഇപ്പോൾ ചെന്നൈയാണല്ലോ, പക്ഷെ നമുക്ക് പറയാൻ ഇഷ്ടം ഇപ്പോഴും മദ്രാസ്. അന്ന് ഞങ്ങളൊക്കെ മദ്രാസിൽ ചെല്ലുകയും ജീവിക്കുകയൊക്കെ ചെയ്ത കാലഘട്ടത്തിൽ മദ്രാസാണ്. അപ്പോൾ അത് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. സിനിമയുടെ വേറൊരു ലോകമായിരുന്നു അവിടുത്തെ മനുഷ്യർ, അവിടുത്തെ ജീവിതം. അന്നത്തെ സിനിമ സ്വപ്നം കണ്ടു കിടന്നിരുന്ന ആൾക്കാർ ഇന്നത്തെ തലമുറക്ക് അത് മനസ്സിലാവുകയില്ല. അവർക്കതൊരു കേട്ട് കഥ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളിൽ അപ്പുറത്ത് അവർക്കൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് അനുഭവിച്ചിട്ടുള്ളതാണ്. കുടമ്പക്കം എന്ന് പറയുന്ന ഒരു ഫീലായിരുന്നു. അതൊന്നും എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവം തന്നെയാണ്. കുടമ്പക്കമാണ് ഒരു നിർണായക പോയിന്റാണ്. അന്ന് അങ്ങനെയായിരുന്നു. ഇപ്പം അതല്ലല്ലോ. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് കുടമ്പക്കത്തെ കുറിച്ച് അറിയേണ്ട കാര്യമില്ല. അവിടുത്തെ സ്റ്റുഡിയോകൾ, അതെ, ഇപ്പോൾ സ്റ്റുഡിയോകളില്ലല്ലോ, എല്ലാം പോയി. അതൊക്കെ ഒരു നൊസ്റ്റാൾജി ആയിരുന്നു. കാരണം വെച്ചാൽ ഈ സ്റ്റുഡിയോകളെല്ലാം തന്നെ മിക്കവാറും സ്റ്റുഡിയോകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പരിചയം എനിക്കുണ്ട്. ജെമിനി തൊട്ട് AVM മുതൽ വാഹിനി മുതൽ അവിടെയൊക്കെ സിനിമ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു വലിയ സന്തോഷമുണ്ടായിരുന്നു. ഇപ്പോഴും ചെന്നൈ സൗഹൃദങ്ങൾ ഇപ്പോഴും, പഴയ സൗഹൃദങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഞങ്ങളിപ്പോൾ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ, 80 മദ്രാസ് ഫെയിൽ എന്ന് പറഞ്ഞിട്ട് അന്ന് ചെന്നൈയിലുണ്ടായിരുന്ന ഒരുപാട് പേര് ഒരു കൂട്ടായ്മ ഉണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും ഒത്തുകൂടാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞുള്ള അടുത്ത് മോഹൻലാലും അടക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ട്, ആ സൗഹൃദം ഇടക്കിടക്ക് ഉണ്ട്. അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. മമ്മൂക്ക, മോഹൻലാൽ രണ്ടുപേരെ വെച്ചിട്ടും കുറേ സിനിമകൾ ചെയ്തു. ഇവരെ കുറിച്ച് എങ്ങനെയാണ് കമലൊക്കെ നിരീക്ഷിക്കുന്നത്? ഞാൻ സിനിമാ ജീവിതം അവരോടൊപ്പമുള്ള ജീവിതമാണ് എൻ്റെ സിനിമാ ജീവിതം എന്ന് പറയുന്നത്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടും അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സംവിധായകനായപ്പോഴും ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, എൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ ഭാഗമാണ്. മമ്മൂട്ടി മോഹൻലാലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സിനിമാ ജീവിതം ഇല്ലല്ലോ. എല്ലാ ദിവസവും അവരെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. സിനിമ ചെയ്തില്ലെങ്കിലും, ഇപ്പോൾ കുറേ നാളായിട്ട് അവരെ വെച്ച് സിനിമ ചെയ്യണില്ലെങ്കിലും നമ്മൾ അവരെക്കുറിച്ച് സംസാരിക്കാതെയും അവരെക്കുറിച്ച് ചിന്തിക്കാതെയും ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗം, ഞങ്ങളുടെ തലമുറയുടെ ജീവിതത്തിൻ്റെ, സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ മമ്മൂട്ടി മോഹൻലാൽ. അത് തന്നെയാണ് പ്രേക്ഷകരെ സംബന്ധിച്ചോളം. മമ്മൂട്ടി മോഹൻലാലിനെ കുറിച്ച് സംസാരിക്കാത്ത ഒരു സാധാരണ മനുഷ്യനുണ്ടാവും തോന്നുന്നില്ല. അതൊക്കെ എനിക്ക് തോന്നുന്നത് എന്താ പറയുക, ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവരുടെ കൂടെയൊക്കെ സിനിമ ചെയ്യാൻ പറ്റിയത്, ആ കാലഘട്ടത്തിലെ സിനിമകളിലൂടെ നമുക്ക് അവരായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റിയെന്നുള്ള ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിന്, വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദി.